എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ കേരള +1 +2 എക്സാംസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ നല്ല ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു, അതുപോലെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മിക്ക കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതുമാണ്. പക്ഷേ ചില അണ്ണന്മാർക്കും അണ്ണിമാർക്കും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കമൻറ്റിൽ. അതിപ്പോൾ ഞാൻ മാത്രമല്ല, ബാക്കി ആൾക്കാരും കുറേ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് തലയിലോട്ട് കയറുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കമൻറ്റുകൾക്കൊക്കെ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ എക്സാംസ് കാരണം എഫക്റ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. കുറഞ്ഞത് പകുതിയെങ്കിലും കാണണം. കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും പലരോട് പല രീതിയിലും പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കമൻസ് എന്ന് പറയുമ്പോൾ ശകലം ചിന്തിച്ചാൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതുപോലും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പഠിത്തം അങ്ങ് മതിയാക്ക്. ഇപ്പം പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികൾ എല്ലാവരും പഠിക്കുന്ന ഒരേ ലെവലല്ല, എല്ലാവർക്കും ബുദ്ധി ഒരേ ലെവലല്ല, സമ്മതിച്ചു. ഇതുപോലെ തന്നെയാണ് സ്കൂളുകളുടെയും കാര്യം. എല്ലാ സ്കൂളുകളും ട്രെയിൻ ചെയ്യുന്ന ഒരേ മെത്തേഡിലല്ല. ഇപ്പം ഇത്തവണ വന്ന ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂമറിക്കൽസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എത്ര സ്കൂളുകളിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ന്യൂമറിക്കൽസ് തികച്ച് 10 ചെയ്യിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയില്ല. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന സമയത്ത് ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിനനുസരിച്ച് കൂട്ടണം. പഠിക്കേണ്ട ടൈമിൽ ഇതുപോലെ വീഡിയോ ഇട്ട് നടന്നാൽ ഇങ്ങനെയൊക്കെ തോന്നും. ശരി, പഠിച്ചിട്ട് എഴുതണം. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ ഇതുപോലെ വന്ന് ഷോട്ട് ഇടേണ്ട ആവശ്യം വരില്ല അനിയാ. ശരി ചേട്ടാ, ആദ്യം വല്ലതും പോയിരുന്ന് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതടേ കിടന്ന് കാറാതെ. സിനിമ കാണുന്ന സമയത്ത് പോയി ഇരുന്ന് പഠിച്ചിരിയുന്നുണ്ടെങ്കിൽ പൊട്ടിയാൻ. ഇവരൊന്നും എഴുതാനും വായിക്കാനും അറിയില്ല, എന്നിട്ടാണോ എന്നെ കമൻറ്റ് ഇടാൻ വരുന്നത്? ഈ സിനിമ ഞാൻ പോയി കണ്ടത് പരീക്ഷ ഒന്ന് ഉദിച്ചിരിക്കുന്ന സമയത്തല്ല, 1-2 ആഴ്ച മുന്നെയാണ്. അത് തിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് 10-100 കിലോമീറ്റർ കല്ലും മുള്ളും താണ്ടിയൊന്നും പോകണ്ട, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വരണ്ട. പിന്നെ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ദിവസമൊന്നുമല്ല, വെറും 3 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോ പോലും ചെയ്തിട്ടില്ല, ഷോർട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് അത്രയും സമയം പോയിട്ടില്ല. പല ആൾക്കാരും പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും നമ്മളിതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനേ പാടില്ല, മിണ്ടാനേ പാടില്ല എന്നൊക്കെ. ഈ എക്സാമിൻ്റെ സമയത്തല്ല പിന്നെ നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. എക്സാം എല്ലാം കഴിഞ്ഞ്, വെക്കേഷൻ എല്ലാം ആയി, എൻട്രൻസ് എല്ലാം കഴിഞ്ഞ്, വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞ്, റിസൾട്ടൊക്കെ വന്ന് കിട്ടി ബോധിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് വേണോ പറയാൻ? ഇമാതിരി കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് പറയണം, എന്നാലേ എന്തെങ്കിലും ഗുണം കിട്ടും. പിന്നെ കേരളത്തിലുള്ള മീഡിയാസിൽ എത്ര പേര് ഇത് കൊടുക്കേണ്ട അറ്റൻഷനും കൊടുത്ത് അഡ്രസ്സ് ചെയ്തു എനിക്കറിയില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാണ് കുറേ ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്ത് സംസാരിച്ചതൊക്കെ. അതും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്നുമല്ല. ഇപ്പം കേരളത്തിലുള്ള റിയാക്ടിങ് യൂട്യൂബേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് പേരുള്ളതിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ളൂ വീഡിയോ ഒക്കെ. ചെയ്തവരെക്കാളും അധികം ചെയ്യാത്തവരാണ്. അപ്പോൾ ചുരുക്കി പറയാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പോയിരുന്ന് പഠിച്ചാൽ മതി, പഠിക്കാതെ സംസാരിക്കണം എന്നൊക്കെ പറയാൻ നിങ്ങളാരാ? പിന്നെ കുറച്ച് ടീച്ചേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടീച്ചേഴ്സിൻ്റെ കമൻറ്റ് എന്ന് പറയുമ്പം കുറേ അധികം ആൾക്കാർ നമ്മളെ ഒപ്പോസ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് CBSE പിള്ളേരുടെ കാര്യം. കമൻറ്റ് ചെയ്യുന്നതിൽ ഒരു 30% ആൾക്കാരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെയും കൂടെ പെരുദോഷം കേൾപ്പിക്കാനായിട്ട് ചിലവന്മാർ കമൻറ്റ് ചെയ്യും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധ വിവരമില്ലായ്മയാണെന്ന് തോന്നും. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ കേസൊക്കെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അതിൻ്റെ അടിയിൽ തന്നെ വന്ന് പിന്നെ അവന്മാർ കമൻറ്റ് ചെയ്യുകയാണ്. അതായത് CBSE സ്റ്റുഡൻസ് റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഗ്രാഫ് കൂടുന്ന ഇമോജി, കല്ലിൻ്റെ മോന്തയുള്ള ഇമോജി, അതുപോലെ നീയൊക്കെ CBSEയുടെ പേപ്പർ കണ്ട കരയും, ഞങ്ങൾക്കൊക്കെ ചുമ്മാ ചീള് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻറ്റ് കണ്ടു. സപ്പോസ് ഒരാളെ ഒരു തോണി തുഴയാൻ പഠിപ്പിച്ചു, ഇത് കായലിലൂടോ അല്ലെങ്കിൽ പുഴയിലൂടോ ആറ്റിലൂടോ ഒക്കെ തോണി തുഴയാൻ പഠിപ്പിച്ചു. എന്നിട്ട് ഒരാൾ വന്ന് ഇയാളെ വിളിക്കുകയാണ്, നമുക്ക് ടൈറ്റാനിക് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി ടൈറ്റാനിക്കിൻ്റെ കോക്പിറ്റിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ട് പറയുകയാണ്, ഇനി നീ ഓടിച്ചോളാൻ. സംഭവം ഇയാൾ വെള്ളത്തിൽ കൂടെ പോകുന്ന വണ്ടി ഓടിക്കാൻ പഠിച്ചു. പക്ഷേ ഇയാൾ ടൈറ്റാനിക് ഓടിക്കാനല്ല പഠിച്ചത്. ഇയാൾ പഠിച്ചത് കടലിലൂടെയല്ല, പുഴയിലൂടെയും ആറിലൂടെയും കായലിലൂടെയൊക്കെയാണ്. ഇതാണ് നമുക്ക് സംഭവിച്ചത്. അതായത് ഇങ്ങനത്തെ ഒരു പേപ്പറാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ആ പേപ്പർ കയ്യിലോട്ട് കിട്ടിയ മൊമെൻറ്റിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മോഡൽ എക്സാം പോലും അങ്ങനെയൊന്നും ആയിരുന്നില്ല. മോഡൽ എക്സാം അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെയും കഷ്ടിച്ച് ഒരാഴ്ച ഗ്യാപ്പാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ശരിക്കും അങ്ങനെ പാറ്റേൺ മാറ്റുകയാണെങ്കിലുള്ള ഒരു ഐഡിയൽ സമയമല്ലത്. അത് ഈ ഒരു വർഷത്തിൻ്റെ ആദ്യം തൊട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ പലരും പറയുന്നത് +2 തൊട്ടോ അല്ലെങ്കിൽ +1 തൊട്ടോ മാത്രമല്ല, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് അടിസ്ഥാനമായിട്ട് മാറ്റി വരേണ്ട കാര്യമാണ് അവർ ഈ ഒറ്റ സുപ്രഭാതം കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് സംഭവിച്ചത്. ഇത് പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ പിന്നെയും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഇത് കൂടുതൽ എന്ത് പറയാനായി. അതുപോലെ വേറൊരു കമൻറ്റ് കാണാണ്, എന്താ റീച്ചിന് വേണ്ടി ആയിരിക്കുമല്ലേ ചെയ്യുന്നത്, മുതലെടുപ്പാണല്ലേ എന്നൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കണ്ടന്റിൽ വീഡിയോ ചെയ്യുന്നത് +1 മാത്സ് എക്സാമാണ്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ +2ൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫിസിക്സാണ് ഞാൻ ആദ്യം ചെയ്തത്. ഫിസിക്സ് കഴിഞ്ഞ് ഞാൻ കെമിസ്ട്രി ചെയ്തു. കെമിസ്ട്രി ചെയ്ത് ഞാൻ +1ൻ്റെ കെമിസ്ട്രിയെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ മാത്സ് എക്സാമിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു. ഇപ്പം ഞാൻ കുറച്ച് ഓവറായിട്ടൊന്ന് റിയാക്ട് ചെയ്ത ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ അതിനുശേഷം ചെയ്ത കെമിസ്ട്രിയുടെ +1 കെമിസ്ട്രി എക്സാമിനോ അല്ലെങ്കിൽ മാത്സിൻ്റെ വീഡിയോയ്ക്കൊക്കെ എനിക്ക്
അതുപോലെ റിയാക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. എനിക്ക് വ്യൂസിന് വേണ്ടിയായിരുന്നു അങ്ങനെ റിയാക്ട് ചെയ്യായിരുന്നു. എനിക്ക് പിന്നെ വ്യൂസ് കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ ഈ സംഭവം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ അടിയിൽ, ഷോർട്ടിൻ്റെയൊക്കെ അടിയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. +2 പിള്ളേർ മാത്രമല്ല, +1 ആൾക്കാർ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ഇപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ്. ഞാൻ ഹ്യൂമാനിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വ്യൂസിന് വേണ്ടിയാണെങ്കിൽ അതൊക്കെ വെച്ച് എനിക്ക് ഓരോ ഷോട്ട് ചെയ്യാം. പക്ഷേ അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന മുതലെടുപ്പാണെന്നൊക്കെ പറയുന്നവൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പറയാനുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കണ്ടൻറ്റിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല.